അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൻ നിസാ അതിലെ 11-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണർന്നിരുന്ന് കേൾക്കണം. കാരണം ഒരു പ്രത്യേകമായ ഒരു ഇൽമ്, ഫറാഇദിൻ്റെ ഇൽമ്, അഥവാ നമ്മുടെയൊക്കെ അനന്തര സ്വത്തുക്കളെ എങ്ങനെയാണ് വിഹിതം ചെയ്തു കൊടുക്കേണ്ടത്, ഇന്ന് നടക്കുന്നത് എങ്ങനെയാണ്, ശരീഅത്തിന് വിരുദ്ധമായതാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുക. അപ്പം അതുകൊണ്ട് ഫറാഇദിൻ്റെ ഇൽമ് അഥവാ അനന്തരാവകാശത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന അറിവ് വളരെ പ്രധാനപ്പെട്ട അറിവാണ്. ഓരോന്നും കൃത്യമായി നമുക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി പോകണം. ബഹുമാനം ഈ അറിവിനെ സംബന്ധിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഅല്ലമുൽ ഫറാഇദ വഅല്ലിമൂൻ നാസ ഫഇന്നഹു നിസ്ഫുൽ ഇൽം വഹുവ അവ്വലു യൻസഉ മിൻ ഉമ്മതി റവാഹു ഇബ്നു മാജ. നിങ്ങൾ ഫറാഇദിന്റെ ഇൽമ്, അറിവ് നിങ്ങൾ പഠിക്കണം, പഠിപ്പിക്കണം. സ്വന്തം നിങ്ങൾ പഠിക്കണം, അത് പഠിപ്പിക്കുകയും ചെയ്യണം. വഅല്ലിമൂഹുൻ നാസ, ജനങ്ങളെ കൃത്യമായി നിങ്ങൾ പഠിപ്പിക്കണം. കാരണം ഫഇന്നഹു നിസ്ഫുൽ ഇൽം, അറിവിന്റെ പകുതിയാണ് ഫറാഇദിന്റെ. അറിവിന്റെ പകുതിയാണ് ഫറാഇദിന്റെ ഇൽമ്, അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ചുള്ള അറിവ്. പകുതി ഇൽമാണ്, ഇൽമിന്റെ പകുതിയാണെന്ന് പറഞ്ഞത്. ആദ്യമായി ഈ ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നതും ഈ ഇൽമിനെയാണ്. ഒരാൾക്കും ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് ഉണ്ടാവുകയില്ല. അയാൾക്ക് ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, ഭാര്യയുണ്ട്, പിതാവുണ്ട്, ഉമ്മയുണ്ട്. അയാൾ മരണപ്പെടുകയാണ്. അയാൾക്ക് സ്വത്തുണ്ട്, അയാൾക്ക് വസ്തുവകകളുണ്ട്. അത് കടയായും വീടായും വസ്തുക്കളായും ബാങ്ക് ഡിപ്പോസിറ്റായും അങ്ങനെ പലതും അയാൾക്കുണ്ട്. ആ സമ്പത്തിനെ തൻ്റെ അനന്തരാവകാശികളായ ആളുകൾക്ക് എவ்விதമാണ് അവർക്ക് നൽകപ്പെടേണ്ടത്, അവരുടെ ഓഹരി എത്രത്തോളമാണ്, എത്രയാണ് അവർക്ക് നൽകപ്പെടേണ്ടത് എന്നുള്ളതാണ് ഇൽമ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫറാഇദിന്റെ ഇൽമിനെ, അനന്തരാവകാശ നിയമങ്ങളെ പറ്റിയുള്ള അറിവിനെ പകുതിയാണ്, ഇൽമിന്റെ പകുതിയാണ് എന്ന് എന്തുകൊണ്ടാണ് പേര് വെച്ചത്? പറയപ്പെടുന്നു, മുഴുവൻ ജനങ്ങളെയും അതിൽ പരീക്ഷിക്കപ്പെടും എന്നുള്ളത് കൊണ്ടിട്ടാണ്. എല്ലാ ജനങ്ങളെയും ആ വിഷയത്തിൽ പരീക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ്. കാരണം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാവരെയും പരീക്ഷിക്കപ്പെടുന്നതുമായ ഒരു ഇൽമാണ്. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല ഒരു സംഭവം പറയുന്നുണ്ട്, കേട്ടോ. ആദാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവും കൂടി എന്നെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നു. ജാബിർ തന്നെ പറയാണ്, എന്നെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ എന്നെ കണ്ടുമുട്ടി. ലാ അഖുലു ശൈഅൻ, എനിക്കൊന്നും മനസ്സിലായില്ല. എന്തിനാണ് എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നത് എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നോട്. അങ്ങനെ ഞാൻ വെള്ളം കൊണ്ടു കൊടുത്തു. നബി തങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് വുളു എടുത്തു. വുളു എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരല്പസമയം മൗനമായിരുന്നു. ഉടനെ ഞാൻ ചോദിച്ചു, മാ തഅ്മുറുനി അൻ നസ്അ മിൻ മാലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കുള്ള സമ്പത്ത്, എൻ്റെ ധനം, അത് എങ്ങനെ ചെലവഴിക്കണം എന്നാണ് അങ്ങ് കൽപ്പിക്കുന്നത്
എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പസമയം മൗനമായിരുന്നു, ഒന്നും പറഞ്ഞില്ല. ഏറെ സമയങ്ങൾക്ക് ശേഷം അവിടുന്ന് തല ഉയർത്തി, അതിനുശേഷം തല താഴ്ത്തിയിട്ട് ഈ ആയത്ത് എനിക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയുണ്ടായി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഓരോ വ്യക്തികളും അനന്തരാവകാശ നിയമങ്ങളെ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. കഴിവതും ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് തന്നെ സ്വത്തുക്കൾ വിഹിതം ചെയ്യപ്പെടുകയാണ് എങ്കിൽ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ശത്രുത എന്ന് പറയുന്നത് ഇല്ലാതാകും. നമ്മൾ പരമ്പരാഗതമായി ചില കാര്യങ്ങൾ ഇങ്ങനെ തർത്തിവാക്കി വെച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ അത് മറ്റുള്ളവരിൽ നിന്നും കടമെടുത്ത കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മൾ അനന്തര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം അല്ലാഹു പറയുന്നു, യൂസികുമുല്ലാഹു ഫീ ഔലാദികും. അല്ലാഹു നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങളെ ഇതാ ഉപദേശിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അല്ലാഹു നിങ്ങളെ ഇതാ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചില നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം രണ്ട് കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. രണ്ട് സംഭവങ്ങളാണെന്ന് പറയുന്നത്. ആ രണ്ട് സംഭവങ്ങളെ തുടർന്നുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. അതിലൊന്നാമത്തെ സംഭവം മഹാനായ അൻസാരികൾപ്പെട്ട സഹാബിയാണ് ഔസ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല. ഔസ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന് 4 പുത്രിമാരായിരുന്നു, 4 പെൺമക്കളായിരുന്നു. ആ 4 പെൺമക്കൾ ഉണ്ടായിരിക്കെ, മരണപ്പെട്ടതിന് ശേഷം വിധവയായ ഭാര്യയും 4 പെൺമക്കളും ഉണ്ടായിരിക്കെ അദ്ദേഹം ഒരുപാട് സ്വത്തിന്റെ ഉടമയായിരുന്നു, നല്ല സമ്പന്നനായിരുന്നു. ആ സമ്പത്തുക്കൾ മുഴുവനും അദ്ദേഹത്തിന്റെ പിതൃവ്യ പുത്രന്മാരായ ആളുകൾ അനന്തരാവകാശപ്പെടും. അഥവാ ഖത്താദയും ഉറുഫുത്തയും. ഇതിന്റെ 2 സഹാബാക്കളാണ്. ഒന്ന് ഖത്താദ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഉറുഫുത്ത് റളിയല്ലാഹു അൻഹു. ഇവര് 2 ആളുകളും അദ്ദേഹത്തിന്റെ പിതൃവ്യന്റെ സഹോദരന്മാരാണ്. അവര് 2 ആളുകളും പിതൃവ്യന്റെ പുത്രന്മാരാണ്. 2 ആളുകളും ഈ സ്വത്തുക്കൾ മുഴുവനും വീതം ചെയ്തിട്ടുണ്ട്. ഈ വിധവയായ ഭാര്യയ്ക്കോ എത്തീമായി 4 മക്കൾക്കോ ഒന്നും കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോ മഹാനായ ഔസ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കോ ഈ മക്കൾക്കോ തിന്നാനോ കുടിക്കാനോ ഒന്നുമില്ല. ഞങ്ങള് വല്ലാത്ത വിഷമത്തിലാണ്, ഞങ്ങൾക്കൊന്നുമില്ല. എന്നാൽ ഇവരുടെ പിതാവ് ഔസ് ബിൻ സാബിത്ത് നല്ല സമ്പന്നനായിരുന്നു, നല്ല സ്വത്തിന്റെ ഉടമയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിതൃവ്യ പുത്രന്മാർ അത് മുഴുവനും വീതിച്ചെടുത്തു. ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്പസമയം കാത്തിരിക്കുക എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പസമയം കാത്തിരുന്നതിന് ശേഷം അള്ളാഹുവിന്റെ പരിശുദ്ധമായി വചനങ്ങൾ ഇറങ്ങി. 2 സഹോദരങ്ങളെയും ഖത്താദ റളിയല്ലാഹു തആല അൻഹുവിനെയും ഉറുഫത്തിനെയും വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മക്കൾക്കും വിഹിതമുണ്ട്, അതേപോലെ തന്നെ ഈ ഭാര്യയ്ക്ക് ഓഹരിയുണ്ട്, അവർക്ക് നിങ്ങൾ വീതിച്ചു കൊടുക്കണമെന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളും പറയുന്നു, അതിനപ്പുറത്ത് വേറെ ഒന്നും അവർക്ക് സംസാരമില്ല. രണ്ടാമത്തെ ഒരു സംഭവം, കാരണം നമ്മൾ ഈ പറയാൻ പോകുന്ന അനന്തരാവകാശ നിയമങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവതരണ പശ്ചാത്തലം പറയുന്നത്. ഇത് ഓർമ്മയിൽ ഉണ്ടാകണം. നമ്മൾ ഈ വിഷയം അങ്ങോട്ട് ചർച്ച ചെയ്ത് പോകുമ്പോൾ
ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സിനകത്ത് ഈ സംഭവങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകണം. രണ്ടാമത്തെ സംഭവം സഅദ് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹു ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്ത സഹാബിയാണ്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്തു. അന്ന് മാത്രമല്ല, അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 2 പുത്രിമാരുമുണ്ട്, 2 പെൺമക്കളുമുണ്ട്. സഅദ് ബിൻ റബീഅയുടെ പിതൃവ്യന്മാർ അഥവാ പിതാവിന്റെ സഹോദരങ്ങൾ, പച്ചത്തായോ പെരിയത്തായോ സഹോദരന്മാർ, അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവനും അവർ കൈവശപ്പെടുത്തി. മുഴുവൻ സ്വത്തുക്കളും അവർ കൈവശപ്പെടുത്തി. വിധവയായ ഈ ഭാര്യയ്ക്കോ ഈ 2 പുത്രിമാർക്കോ ഒന്നും നൽകിയില്ല. വല്ലാതെ അസ്വസ്ഥമായി, ജീവിതം വഴിമുട്ടി. ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു അങ്ങയോടൊപ്പം ഉഹദിൽ പങ്കെടുക്കുകയും ആ ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. അതിന്റെ പേരിൽ ഞങ്ങളിതാ അനാഥമായിരിക്കുകയാണ്. ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും അദ്ദേഹത്തിന്റെ പിതൃവ്യന്മാർ പങ്കിട്ടെടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് യാതൊന്നുമില്ല. ഈ 2 പെൺകുട്ടികളെ എങ്ങനെയാണ് ധനമില്ലാതെ വിവാഹം കഴിച്ചയക്കുന്നത്? ആരാണ് വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്നത്, തയ്യാറാകുന്നത്? അതുകൊണ്ട് ഈ വിഷയത്തിൽ അങ്ങൊരു തീർപ്പ് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. കാരണം അന്ന് മുഅ്മിനീങ്ങളുടെ അവലംബം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ അവർ നേരെ വന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലാണ്. കാരണം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്യായാധിപനാണ്, ജഡ്ജിയാണ്, ഖാദിയാണ്, ഭരണാധികാരിയാണ്, പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രിയ സഹോദരി, നിങ്ങൾ ധൃതി കാണിക്കണ്ട. തീർച്ചയായും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നിയമമുണ്ടാകും. അള്ളാഹുവിന്റെ തീരുമാനവും ഇടപെടലും ഉണ്ടാകും. അള്ളാഹു ഈ വിഷയത്തിൽ തീരുമാനമെടുക്കും. അതുവരെ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ സഹിക്കണമെന്ന് പറഞ്ഞു. മടങ്ങിപ്പോകാൻ പറഞ്ഞു. ആ സഹോദരി അത് കേട്ടുകൊണ്ട് സംതൃപ്തിയായി മടങ്ങിപ്പോയി. ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും للذكر مثل حظ الأنثيين فإن كن نساء فوق 2 فلهن الثلث ما ترك എന്ന ഈ ആയത്ത് 11ാമത്തെ ആയത്ത്, സൂറത്തുൽ നിസായിലെ 11ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയെ വിളിച്ചു, മക്കളെ വിളിച്ചു. അതുപോലെ തന്നെ അനന്തരാവകാശം എടുത്തുകൊണ്ടുപോയ പിതൃവ്യന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു, സഅദിന്റെ സ്വത്തിൽ നിന്നും 2/3 ഭാഗം ഈ പുത്രിമാർക്ക് കൊടുക്കണം. സഅദിന്റെ സ്വത്തിൽ നിന്നും 2/3 ഈ പുത്രിമാർക്ക് നിങ്ങൾ കൊടുക്കണം, പെൺമക്കൾക്ക് കൊടുക്കണം. അതേപോലെ തന്നെ ഈ സ്വത്തിന്റെ ബാക്കിയുള്ള 8/1 ഈ ഭാര്യയ്ക്ക് നിങ്ങൾ കൊടുക്കണം. 3/2 ഈ 2 പെൺമക്കൾക്ക് നിങ്ങൾ കൊടുക്കണം. 8/1 സ്വത്തിന്റെ 8/1 നിങ്ങൾ ഈ ഭാര്യയ്ക്ക് നിങ്ങൾ കൊടുക്കണം. ബാക്കി നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയുണ്ടായി. അപ്പൊ നമുക്കിവിടെ ഒരു ചെറിയ സംശയം വരും. ഇനി 2 കൂടുതൽ പെൺമക്കൾ ഉണ്ടെങ്കിലോ, 2 കൂടുതൽ പെൺമക്കൾ ഉണ്ടെങ്കിലോ അവർക്കും ഈ 3/2 തന്നെയാണോ കിട്ടുക? മൊത്ത ഓഹരിയുടെ 3/2 അവർക്ക് കിട്ടുക? 2 കൂടുതൽ ഇനി എത്ര പെൺമക്കൾ ഉണ്ടായാലും, അത് 3ഓ 3-ലധികമോ പെൺമക്കൾ ഉണ്ടായാലും, മൊത്തം ധനത്തിന്റെ 3/2 ഭാഗമാണ് പെൺമക്കൾക്കുള്ളത്. മൊത്ത ധനത്തിന്റെ 3/2
പെൺമക്കൾക്ക് അവകാശപ്പെട്ടതാണ്, പെൺമക്കൾക്ക് നൽകപ്പെടേണ്ടതാണ്. 3-2 അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഈ 2 സംഭവങ്ങളാണ് ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ അവതരണ പശ്ചാത്തലം. 11ഉം 12ഉം ഈ 2 ആയത്തുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശ നിയമങ്ങളെ, അനന്തരാവകാശികൾക്ക് എങ്ങനെയാണ് സ്വത്ത് വിഹിതം ചെയ്യപ്പെടേണ്ടത്, അഥവാ മരണപ്പെട്ടു പോയ ഒരാളുടെ സ്വത്ത് എങ്ങനെയാണ് വിതരണം ചെയ്ത് അംശിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറയുന്ന ഇൽമ് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ നാം അത് കേൾക്കുകയും നമ്മുടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. അതെ അതെ 3-2 കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന സ്വത്തിന്റെ 8-1 ഭാര്യയ്ക്ക് കൊടുക്കണം. ബാക്കി സ്വത്ത് പിതൃവന്മാർ, പിതാവിന്റെ സഹോദരൻ. പിതാവെന്ന് പറഞ്ഞാൽ ഈ മരണപ്പെട്ട ആളിന്റെ സഹോദരന്മാർ. അത് പിന്നെ ഓരോന്നും വിശദമായി ഓരോരുത്തർക്കും കിട്ടേണ്ടുന്ന വിഹിതത്തെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് വളരെ കൃത്യമായി കുറേ ദിവസം നീണ്ടു നിൽക്കും നമ്മുടെ ഈ ക്ലാസ്. ആയത്ത് പറഞ്ഞ് അർത്ഥം പറഞ്ഞ് പോകലില്ല, നിയമം പറഞ്ഞു തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കി കൊണ്ടുപോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.